ഹലോ ഡിയർ ഫ്രണ്ട്സ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം അടുത്ത് വരികയാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അതിൻ്റെ ഒരു സമഗ്ര പരിശീലനം ആരംഭിക്കുകയാണ്. ഓരോ ടോപ്പിക്ക് തിരിച്ചാണ് ഞാൻ ഓരോ യൂട്യൂബ് വീഡിയോയും പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ മാത്സ് ആണ് ആരംഭിക്കുന്നത്, എപ്പിസോഡ് 1. അതിൽ ആദ്യമായി കുറച്ച് ഗണിതത്തിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന ക്ലാസ്സുകളിൽ ഇത് കൊണ്ട് ചെയ്യാവുന്ന കണക്കുകളും അതിനോടനുബന്ധിച്ച് PSC എക്സാമിന്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസറും എല്ലാം ഞാൻ വിശകലനം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ 1 by 1 നല്ലതായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ആണ് പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, പൂർണ്ണസംഖ്യകൾ, ഭിന്നകങ്ങൾ, അഭിന്നകങ്ങൾ, രേഖീയ സംഖ്യകൾ, ഘടകങ്ങൾ, ഭാജ്യസംഖ്യകൾ, അഭാജ്യസംഖ്യകൾ, അനഘസംഖ്യകൾ, വർഗസംഖ്യകൾ, ഘനസംഖ്യകൾ, ഇങ്ങനെ പലതരത്തിൽ വിഭജിച്ചിരിക്കുന്നു. ഈ ഓരോ സംഖ്യകളും എന്തോന്നാണെന്നും അവ എങ്ങനെയാണ് അതിൽ നിന്ന് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും കണ്ടുപിടിക്കാൻ പ്രത്യേക ഇക്വേഷൻസും പ്രത്യേക മെത്തേഡുകളും പൊടിക്കൈകളുമുണ്ട്. അത് മനസ്സിലാക്കിയാൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ വരുന്ന കണക്ക് ചെയ്യുവാൻ സാധിക്കും. അതിന് മുന്നോടിയായി ഈ സംഖ്യകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. സംഖ്യകളിൽ ആദ്യത്തേതാണ് എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എണ്ണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യകളാണ്. ഇവയെ നിസർഗ സംഖ്യകളെന്നും പറയും. നമ്മൾ 1 2 3 4 5 6 1 2 3 4 5 അങ്ങനെ എണ്ണി പോകുന്നതാണ് എണ്ണൽ സംഖ്യകൾ. അതിനെ നമ്മളൊരു എൻ എന്ന ഒരു അക്ഷരം കൊണ്ട് നോട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 10 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ n = 10 എന്നെടുത്താൽ ആ എണ്ണൽ സംഖ്യകളുടെ ആകെ തുക എന്ന് പറയുന്നത് n × n+1/2 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 10ാമത്തെ നമ്പർ 10 വരെയുള്ള നമ്പറാണെങ്കിൽ 10 × 10 + 1 എന്ന് പറഞ്ഞാൽ 11. 10 × 11 / 2 ആയിരിക്കും ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക. അതിൻ്റെ ഇക്വേഷനാണ് n × n+1 / 2. അടുത്ത് രണ്ടാമതായി നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് അഖണ്ഡ സംഖ്യകളെക്കുറിച്ചാണ്. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ്. നമ്മൾക്കറിയാം, എണ്ണൽ സംഖ്യ 1 മുതൽ തുടങ്ങി എണ്ണുന്നതാണെങ്കിൽ അഖണ്ഡ സംഖ്യകൾ 0 മുതൽ തുടങ്ങി എണ്ണുന്നതാണ്. 0 1 2 3 അങ്ങനെ പോകും. അതിനെ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് കാരണം അതിനെ W കൊണ്ട് നമ്മൾക്ക് ഡിനോട്ട് ചെയ്യാം. ഈ അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം 10 അഖണ്ഡ സംഖ്യകളുടേതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ n 10 എന്ന് സൂചിപ്പിച്ചാൽ n × n-1 / 2 ആയിരിക്കും. എണ്ണൽ സംഖ്യകളുടെ തുക നമ്മൾ കണ്ടുപിടിച്ചത് n × n+1/2 എന്നാണ്. ഇത് n × n-1/2. 0ന് നമ്മൾ കൂട്ടുമ്പോൾ വില കിട്ടില്ല എന്നറിയാമല്ലോ, അതുകൊണ്ടാണ് n-1 എന്നാകുന്നത്. ഇപ്പോൾ 10ാമത്തേതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 10 × 9/2 ആയിരിക്കും 10 സംഖ്യകളുടെ തുക. അടുത്തതായി ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ്. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളാണ് ഒറ്റ സംഖ്യകളെന്ന് നമ്മൾക്കറിയാം. സംഖ്യയിലെ അറ്റത്തെ അക്കങ്ങൾ 1 3 5 7 9 ഒറ്റയായിരിക്കും. എങ്കിൽ ആ സംഖ്യകൾ ഒറ്റ സംഖ്യയായിരിക്കും. ആ ഒന്നുകളുടെ സ്ഥാനത്ത് വരുന്നത് 1 3 5 7 9 11 ഇങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഒറ്റ സംഖ്യയായിരിക്കും. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുക 10² ആയിരിക്കും. അങ്ങനെയാണ് ഒറ്റ സംഖ്യകൾ കണ്ടുപിടിക്കുന്നത്. അടുത്തത് ഇരട്ട സംഖ്യകൾ, ഈവൻ നമ്പേഴ്സ്.
2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ. ഇവ തിരിച്ചറിയണമെങ്കിൽ അവയുടെ ഒന്നുകളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അറ്റത്തെ സ്ഥാനത്തെ അക്കം 2, 4, 6, 8, 0 ഇങ്ങനെ ഇവയിൽ ഏതെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സംഖ്യകൾ ആയിരിക്കണം, ഇരട്ട സംഖ്യകളായിരിക്കണം. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n×n+1 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക എന്തായിരിക്കും? 10 × 10 + 1 എന്നുവെച്ചാൽ 11. 10 × 11 ആയിരിക്കും. അതാണ് ഇരട്ട സംഖ്യകൾ. അടുത്തതായി പൂർണ്ണസംഖ്യകൾ ഇൻറ്റിജേഴ്സ് എന്താണെന്ന് നോക്കാം. എല്ലാ എണ്ണൽ സംഖ്യകളും എന്നുവെച്ചാൽ 1, 2, 3, 4 മുതലായ അവയുടെ നെഗറ്റീവ് സംഖ്യകളും -1, -2 എക്സെട്ര പൂജ്യവും ചേർന്നതാണ് പൂർണ്ണസംഖ്യകൾ. അഖണ്ഡസംഖ്യ നെഗറ്റീവ് സംഖ്യകളും ചേർന്നതാണ് പൂർണ്ണസംഖ്യകൾ എന്ന് പറയാം. ഇവയെ നമ്മൾ I എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ I = നെഗറ്റീവ് എക്സാമ്പിളാണ് പറയുന്നത്. -4, -3, -2, -1, 0, 1, 2, 3, 4 എക്സെട്ര ഇതെല്ലാം പൂർണ്ണസംഖ്യകളാണ്. ഇനി നമ്മൾക്ക് ഭിന്നകങ്ങൾ നോക്കാം. റാഷണൽ നമ്പേഴ്സ് p/q രൂപത്തിൽ എഴുതാൻ കഴിയുന്ന സംഖ്യകളെയാണ് ഭിന്നകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് 3/4, 6/8, 6/11 മുതലായവ, 7/9 മുതലായവ ഭിന്നസംഖ്യകളാണ്. ആവർത്തക ദശാംശ സംഖ്യകളെയും നമ്മൾ p/q രൂപത്തിൽ എഴുതാൻ സാധിക്കുന്നതിനാൽ അവയെ ഭിന്നകങ്ങളായി കണക്കാക്കുന്നു. ഉദാഹരണത്തിന് 0.251649, 0.777 മുതലായവ. അടുത്ത് നമുക്ക് അഭിന്നകങ്ങൾ നോക്കാം. ഇറേഷണൽ നമ്പേഴ്സ് p/q രൂപത്തിൽ എഴുതാൻ കഴിയാത്ത സംഖ്യകളെയാണ് നമ്മൾ അഭിന്നകങ്ങൾ എന്ന് പറയുന്നത്. ഭിന്നിപ്പിക്കാൻ കഴിയാത്തത്, അതാണ് അഭിന്നകങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് സ്ക്വയർ റൂട്ട്, √2, √3, π മുതലായവ അഭിന്നകങ്ങളാണ്. അടുത്തതായി നമുക്ക് രേഖീയ സംഖ്യകൾ റിയൽ നമ്പേഴ്സ് നോക്കാം. ഭിന്നകങ്ങളെയും അഭിന്നകങ്ങളെയും ചേർത്ത് പൊതുവെ വിളിക്കുന്ന പേരാണ് രേഖീയ സംഖ്യകൾ. അപ്പോൾ നമ്മൾക്ക് p/q രൂപത്തിൽ എഴുതാൻ കഴിയുന്ന ഭിന്നസംഖ്യകളും p/q രൂപത്തിൽ എഴുതാൻ കഴിയാത്ത സ്ക്വയർ റൂട്ട് 2, സ്ക്വയർ റൂട്ട് 3, π മുതലായ അഭിന്നകങ്ങളെയും ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് രേഖീയ സംഖ്യകൾ, റിയൽ നമ്പേഴ്സ്. ഇതിൻ്റെ എല്ലാം കണക്കുകൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അടുത്ത് നമുക്ക് ഘടകങ്ങളെക്കുറിച്ച് നോക്കാം. ഘടകങ്ങൾ, ഫാക്ടേഴ്സ്. ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെ അതിൻ്റെ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. നമ്മൾക്കതിൻ്റെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ 12ൻ്റെ ഘടകങ്ങൾ 1, 2, 3, 4, 6, 12 എന്നിവയാണ്. 1 എന്ന് പറയുന്ന സംഖ്യ 1 എല്ലാ സംഖ്യകളുടെയും ഘടകങ്ങളാണ്. നമ്മൾക്ക് എല്ലാത്തിനെയും 1 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. അടുത്തതായി ഭാജ്യസംഖ്യകൾ, കോമ്പോസിറ്റ് നമ്പേഴ്സ്. നമ്മൾക്ക് 2ൽ കൂടുതൽ ഘടകങ്ങൾ കിട്ടുന്ന സംഖ്യകളെയാണ് ഭാജ്യസംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ 4 ആണെങ്കിലും അതിൽ 2 ഘടകങ്ങളുണ്ട്. 4, 6, 8, 9, 10 എന്നിവ ഭാജ്യസംഖ്യകളാണ്. ഇത് 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ട്. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. അടുത്ത് നമ്മൾക്ക് അഭാജ്യസംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് നോക്കാം. നേരത്തെ പറഞ്ഞ ഭാജ്യസംഖ്യകളുടെ ഓപ്പോസിറ്റാണ് അഭാജ്യസംഖ്യകൾ. 2 ഘടകങ്ങൾ മാത്രം, 1ഉം ആ സംഖ്യയും മാത്രമുള്ള സംഖ്യകളെയാണ് അഭാജ്യസംഖ്യകൾ എന്ന് വിളിക്കുന്നത്. 1 കൊണ്ടും അതേ സംഖ്യ കൊണ്ടും അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ടും ഇതിനെ പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല. 2 ഒരേ ഒരു ഇരട്ട അഭാജ്യസംഖ്യയാണ്. 1 എന്ന എണ്ണൽ സംഖ്യ ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല. 50ൽ താഴെ 15 അഭാജ്യസംഖ്യകളും 100ൽ താഴെ 25 അഭാജ്യസംഖ്യകളും 200ൽ താഴെ 46 അഭാജ്യസംഖ്യകളും 500ൽ താഴെ 95 അഭാജ്യസംഖ്യകളുമുണ്ട്. ഇത് നിങ്ങൾ ഈ വീഡിയോ കിടക്കുമ്പോഴോ എപ്പോഴായാലും ഒന്ന് കേട്ട് കിടന്നാൽ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. 200ൽ താഴെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് 46 എന്ന് മനസ്സിലുടൻ ഓർമ്മ കിട്ടും, നിങ്ങൾക്ക് എഴുതാനും പറ്റും. നിങ്ങളത് കൂട്ടി നോക്കേണ്ട കാര്യമില്ല. അടുത്തതായി നമുക്ക് അനഘസംഖ്യകൾ എന്ന് പറഞ്ഞാൽ പരിപൂർണ സംഖ്യകൾ, പെർഫെക്റ്റ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ സംഖ്യ
ഒഴികെയുള്ളവയുടെ തുക ആ സംഖ്യ തന്നെ ആയാൽ അത് അനഘസംഖ്യ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ ആയിരിക്കും. മനസ്സിലായല്ലോ? ഒരു സംഖ്യയുടെ എല്ലാ ഘടകങ്ങളുടെയും തുക സംഖ്യയുടെ ഇരട്ടി വരുന്ന സംഖ്യയാണ് അനഘസംഖ്യ. എന്നുവെച്ചാൽ ആ സംഖ്യ കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കും. ആ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ സംഖ്യ ഒഴികെയുള്ളവയുടെ തുക കൂട്ടിയാൽ അതിൻ്റെ ആ സംഖ്യ തന്നെ ആയിരിക്കും. ആ സംഖ്യ കൂടെ ചേർത്താൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും. ഇതിനെയാണ് അനഘസംഖ്യ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ എന്ന് പറയുന്നത്. 6, 28, 496, 8128 എന്നിവ ആദ്യത്തെ 4 അനഘ സംഖ്യകളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അനഘസംഖ്യ എന്ന് പറഞ്ഞാൽ എന്തോന്നാണെന്ന് നല്ലതുപോലെ ഇതിൻ്റെ കണക്കൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാകും. 6ൻ്റെ ഘടകങ്ങളെന്ന് പറയുന്നത് 1, 2, 3, 6 ആണ്. അപ്പോൾ 1 + 2 + 3 എന്ന് പറയുന്നത് 6 ആണല്ലോ. നമ്മൾ 1 + 2 + 3 പ്ലസ് ആ സംഖ്യ തന്നെ 6 തന്നെ കൂടെ എടുത്ത് കൂട്ടുകയാണെങ്കിൽ 12 എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഇരട്ടി വരും. ആ 6 എന്നുള്ള സംഖ്യ വിട്ടിട്ട് 1, 2, 3 കൂട്ടുകയാണെങ്കിൽ 6 എന്ന് കിട്ടും. അതുപോലെ 28ൻ്റെ ഘടകങ്ങളാണ് 1, 2, 4, 7, 14. ഈ 1, 2, 4, 7, 14 കൂട്ടിയാൽ നമ്മൾക്ക് 28 കിട്ടും. ആ 28ഉം കൂടെ കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി 56 കിട്ടും. ഇതുപോലെ ഓരോ കണക്കും ഈ അനഘസംഖ്യയിൽ ഇങ്ങനെയാണ് വരുന്നത്. അടുത്തതായി നമ്മൾക്ക് വർഗസംഖ്യകൾ സ്ക്വയർ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. സമചതുര സംഖ്യകൾ എന്നും ഇതറിയപ്പെടും. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് വർഗസംഖ്യ. 1ൻ്റെ വർഗം 1 × 1 1 ആണ്. 2ൻ്റെ വർഗം എന്ന് പറയുമ്പോൾ 2 × 2 4. അതുപോലെ 15ൻ്റെ വർഗം എടുക്കുകയാണെങ്കിൽ 15 × 15 225. ആദ്യത്തെ n വർഗസംഖ്യകളുടെ തുക n × n + 1 2n + 1 / 6 ആയിരിക്കും. ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ വലിയ വലിയ സംഖ്യകൾ വരികയാണെങ്കിൽ ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. n × n + 1 2n + 1 / 6. എല്ലാ വർഗസംഖ്യകളുടെയും ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കും. അത് ശ്രദ്ധിച്ചോളണം. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതായിരിക്കും. പൂർണ്ണ വർഗസംഖ്യയുടെ അക്കത്തുക 1, 9, 4, 7 എന്നീ അക്കങ്ങളിൽ ഒന്നായിരിക്കും. 2, 3, 5, 6, 8 എന്നിവ വരില്ല. പൂർണ്ണ വർഗസംഖ്യയുടെ അവസാനത്തെ അക്കം 2, 3, 7, 8 ഇവ വരികയില്ല. 1, 5, 6, 0 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗങ്ങളുടെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കവും അതുതന്നെ ആയിരിക്കും. ഒന്നുകളുടെ സ്ഥാനത്ത് 5 വന്നാൽ 10ൻ്റെ സ്ഥാനത്ത് 2 വന്നില്ലെങ്കിൽ ആ സംഖ്യ പൂർണ്ണവർഗമാകില്ല. ഒന്നുകളുടെ സ്ഥാനത്ത് 6 വരികയും 10ൻ്റെ സ്ഥാനത്ത് ഇരട്ടസംഖ്യ വരികയും ചെയ്താൽ ആ സംഖ്യ പൂർണ്ണവർഗമാകില്ല. ഒരു സംഖ്യയുടെ 10കളുടെ സ്ഥാനത്ത് ഒറ്റസംഖ്യ വരികയും ഒന്നുകളുടെ സ്ഥാനത്ത് 6 വരാതിരിക്കുകയും ചെയ്താൽ അതൊരു പൂർണ്ണവർഗമാകില്ല. 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത ഇരട്ടസംഖ്യ പൂർണ്ണവർഗമാകില്ല. ഒറ്റ സംഖ്യയാണെങ്കിൽ 1 കുറച്ച് കിട്ടുന്ന സംഖ്യ 4ൻ്റെ ഗുണിതമല്ലെങ്കിൽ അതൊരിക്കലും ഒരു പൂർണ്ണവർഗമാകില്ല. ഒരു സംഖ്യയുടെ അവസാനം വരുന്ന പൂജ്യങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ ആ സംഖ്യ പൂർണ്ണവർഗമല്ല. തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും ഗുണനഫലത്തോട് 1 കൂട്ടിയതിൻ്റെ വർഗത്തിന് തുല്യമായിരിക്കും. n² n+1² ഇടയിൽ 2n എണ്ണൽ സംഖ്യകൾ ഉണ്ടായിരിക്കും. ഇത് പ്രധാനമാണ്, നോട്ട് ചെയ്ത് വയ്ക്കണം. n² n+1² ഇടയിൽ 2n എണ്ണൽ സംഖ്യകൾ ഉണ്ടായിരിക്കും. അടുത്തതായി ഘനസംഖ്യകൾ ക്യൂബ്സ് എന്താണെന്ന് നോക്കാം. ഒരു സംഖ്യയുടെ ക്യൂബിനെ എന്ന് പറഞ്ഞാൽ 3-ാം കൃതിയെയാണ് ഘനസംഖ്യ എന്ന് വിളിക്കുന്നത്. നമ്മൾക്കറിയാം 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് 4 ക്യൂബ് അങ്ങനെ പോകും. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 1 × 1 1 തന്നെയാണ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 2 × 2 8. ഇതുപോലെ എഴുതുന്നതാണ് ഘനസംഖ്യ. 1, 8, 27, 64, 125, 216 എന്നിവ ഒരു ഘനസംഖ്യാ ശ്രേണിയിലെ അക്കങ്ങളാണ്.
അങ്ങനെ തുടർന്നു പോയി 1000 വരെയും വരുമ്പോൾ 10 ഘനസംഖ്യകളാകും. 1, 8, 27, 64, 125, 216, 343, 512, 729, 1000. ഇത്രയും ആണ് 10 ഘനസംഖ്യകൾ, 10 ആദ്യത്തെ ഘനസംഖ്യകൾ. തുടർച്ചയായ ഘനസംഖ്യകളുടെ തുക ത്രികോണ സംഖ്യകളുടെ വർഗമായി വരുന്നു. പൊതുരൂപം n×n+1/2 ആണ് ഇവയുടെ ഫോർമുല. ഈ തുടർച്ചയായ ഘനസംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണ് n×n+1/2. ഇത് നമ്മൾക്ക് മാത്സ് ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമേ ഇത് ഡിറൈവ് ചെയ്ത് കറക്റ്റായിട്ട് പഠിക്കാൻ അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏത് സംഖ്യയുടെയും ഘനത്തിൻ്റെ അക്കത്തുക 9 ആയിരിക്കും. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യയുടെ ഘനത്തിൻ്റെ അക്കത്തുക 1 ആയിരിക്കും. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന സംഖ്യയുടെ ഘനത്തിൻ്റെ അക്കത്തുക 8 ആയിരിക്കും. 2 വ്യത്യസ്ത ഘനങ്ങളുടെ തുകയായി 2 വിധത്തിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ 1729 ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ക്യൂബ് കിട്ടാൻ 2 അക്കങ്ങളുടെ ക്യൂബുകൾക്ക് സെയിം ആൻസർ കിട്ടും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞാൽ 1729 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ് എന്നും എഴുതാം, 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ് എന്നും എഴുതാം. ഇതാണ് ഏറ്റവും ചെറിയ ഈ പ്രത്യേക തരത്തിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ ക്യൂബ് ഘനസംഖ്യ. ഇതിനെ രാമാനുജൻ സംഖ്യ എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ n ഘനസംഖ്യകളുടെ തുക n×n+1/2 ആയിരിക്കും. അത് മാത്സ് ചെയ്യുമ്പോൾ ഇത് ഡിറൈവ് ചെയ്ത് നോക്കണം. ആദ്യത്തെ n ഘനസംഖ്യകളുടെ തുക n×n+1/2 ആയിരിക്കും. ഈ എപ്പിസോഡിൽ സംഖ്യകളെക്കുറിച്ചുള്ള കുറച്ച് തിയറി പാർട്ടാണ് കവർ ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായി ഈ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓരോ സംഖ്യകളെക്കുറിച്ചും പ്രത്യേക പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.